വെൽക്കം ടു പോൾസൺസ് ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷനിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിതിനെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നോ വൺ വേർഡ് ഫോർ മെനി എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേർഡ്സിന് പകരം ഒരു സിംഗിൾ വേർഡ്, അതാണ് ഈ ക്വസ്റ്റ്യന്റെ പേർപ്പസ്. ഒരുപാട് വേർഡ്സിന് പകരം ഒരു സിംഗിൾ വേർഡ് ആൻസർ ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ പേർപ്പസ്. അപ്പൊ അതിന് നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്നാൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ എ കൺട്രി ദാറ്റ് ഹാസ് ലോസ്റ്റ് എ വാർ ഫോർ ദ damage, injuries etc. it has cost. ഒരു രാജ്യം യുദ്ധത്തിൽ തോറ്റു, അപ്പം തോറ്റ രാജ്യം ജയിച്ച രാജ്യത്തിന് കൊടുക്കുന്ന ആ ഒരു മണീനെ എന്താ വിളിക്കുന്നത്? ഇതിനെ വിളിക്കുന്ന പേരാണ് റെപ്പറേഷൻ. എന്താ വിളിക്കുന്നത്? റെപ്പറേഷൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. റെപ്പറേഷൻ. ഓക്കെ, റെപ്പറേഷൻ. തോറ്റ രാജ്യം ജയിച്ച രാജ്യത്തിന് കൊടുക്കുന്ന ആ മണിയുടെ പേരാണ് റെപ്പറേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡിഫിക്കൽട്ടി ഇൻ സീയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലെറ്റർ ഷേപ്സ്. ലെറ്റേഴ്സിനെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ലെക്സിയ. ഇത് എന്താ പറയാ, വായിക്കാനും എഴുതാനൊക്കെ ഈ ഡിസ്ലെക്സിയ ഉള്ള ആൾക്കാർക്ക് വായിക്കാനും എഴുതാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഡിസ്ലെക്സിയ. ഓക്കെ, അതാണ് ഡിസ്ലെക്സിയ, റൈറ്റ്? ഇനി the long movable nose of certain animals. ചില മൃഗങ്ങൾക്ക്, ആനയെ പോലത്തെ ജീവികൾക്ക് എന്താണ്, ഒരു ലോങ് ആയിട്ടുള്ള ഒരു മൂക്കാണുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് അനക്കാൻ പറ്റും. നമ്മുടെ മനുഷ്യന്മാരുടെ മൂക്ക് പോലെയല്ല അല്ലെ. ആനയുടെ മൂക്കിന് എന്താണ്, ലോങ് ആണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊബോസിസ്. എന്താ വിളിക്കുന്നത്? പ്രൊബോസിസ്. പ്രൊബോസിസ്. പ്രൊബോസിസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, പ്രൊബോസിസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? എ പേഴ്സൺ ഹു മേക്സ് എ ഫോർമൽ കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് സംബഡി ഇൻ എ കോർട്ട്. അതായത് നമ്മൾ മലയാളത്തിൽ വാദി എന്ന് പറയില്ലേ, വാദി. ഒരു കോർട്ടില് വേറൊരാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്താണ് വിളിക്കുന്നത്? പ്ലെയിൻറ്റിഫ്. അതായത് മലയാളത്തിൽ നമ്മൾ വാദി എന്ന് പറയും അല്ലെ. എന്താണ് പ്ലെയിൻറ്റിഫിന്റെ അർത്ഥം? പ്ലെയിൻറ്റിഫിന്റെ അർത്ഥമാണ് വാദി. നമ്മൾ വാദി പ്രതി എന്നൊക്കെ പറയില്ലേ, അതില് എന്താണ് വാദിയെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫ്. ഓക്കെ. അടുത്തത് ഏതാണ്? എ ഹ്യൂമറസ് ഷോർട്ട് പോവം വിത്ത് 5 ലൈൻസ്. ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു പോവമാണ്, അതിന് 5 ലൈൻസേ ഉള്ളൂ. എന്താണ് ഫ്രണ്ട്സ് അതിനെ വിളിക്കുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് ലിമറിക്. ലിമറിക്. ഓക്കെ, ഒരു ഫണ്ണി ആയിട്ടുള്ള 5 ലൈൻസ് ഉള്ള കവിതയെ വിളിക്കുന്ന പേരാണ് ലിമറിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം.
എ കണ്ടീഷൻ ഇൻ വിച്ച് വൺ ഹാസ് ബാഡ് ബ്രത്ത്. വായനാറ്റം. വായനാറ്റത്തെ വിളിക്കുന്ന നമ്മൾ ബാഡ് ബ്രത്ത് എന്ന് പറയും അല്ലേ? അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഹാലിറ്റോസിസ്. എന്താണ്? ഹാലിറ്റോസിസ്. വായനാറ്റത്തിന്റെ മറ്റൊരു പേരാണ് ഏത്? ഹാലിറ്റോസിസ്. ഓക്കെ. എ കണ്ടീഷൻ ഇൻ വിച്ച് വൺ ഹാസ് ബാഡ് ബ്രത്തിന് വിളിക്കുന്ന പേരാണ് ഹാലിറ്റോസിസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണലിസ്റ്റ് ഇൻ ജനറൽ ആൻഡ് ദ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ദാറ്റ് ദേ ഹാവ്. പത്രം, പത്രപ്രവർത്തകര് അതേപോലെ തന്നെ അവരുടെ ഒരു പ്രഭാവം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ എന്താ വിളിക്കുന്നത്? ദ പ്രസ് എന്നൊക്കെ പറയും അല്ലേ? ദ പ്രസ് എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ മറ്റൊരു പേരാണ് എന്താണ്? മറ്റൊരു പേര് ദ ഫോർത്ത് എസ്റ്റേറ്റ്. ദ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് നമ്മൾ പറയും. അതായത് ദ പ്രസ് നമ്മൾ പറയില്ലേ? പ്രസിന്റെ മറ്റൊരു പേരാണ് എന്ത്? ദ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ളത് പ്രസിന്റെ മറ്റൊരു പേരാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മേഡ് എക്സാക്ട്ലി ലൈക്ക് സംതിങ് റിയൽ ഇൻ ഓർഡർ ടു ഡിസീവ്. അതായത് നമ്മൾ ഫേക്ക് എന്നൊക്കെ പറയില്ലേ? പറ്റിക്കാൻ വേണ്ടി വേറൊരു വില കൂടിയ ഒരു വസ്തുവിന്റെ എന്താ പറയാ, അത് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ തോന്നും, പക്ഷെ അത് റിയൽ അല്ല. ഓക്കെ. അതെന്തിനാണ്? ആൾക്കാരെ പറ്റിക്കാൻ, ആൾക്കാരുടെ പൈസ പറ്റിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൗണ്ടർഫിറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർഫിറ്റ്. ഓക്കെ. നമ്മൾ അതിന് വേറൊരു വേർഡാണ് ഫേക്ക് എന്ന് നമ്മൾ പറയും. ഫേക്ക്. ഓക്കെ. ഇപ്പൊ ഒരു വാച്ചിന്റെ ഒരു വളരെ വില കൂടിയ വാച്ചിന്റെ ഒരു എന്താണ് ഫേക്ക് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ ആൾക്കാരെ പറ്റിക്കാറുണ്ട് അല്ലെ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന് ആ ഒരു ഒറിജിനൽ അല്ലാത്ത ആ സംഭവത്തെ വിളിക്കുന്ന പേരാണ് കൗണ്ടർഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എ വോട്ട് ബൈ ദ പീപ്പിൾ ഓഫ് എ കൺട്രി ഓൺ എ വെരി ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന്റെ മുകളിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു രാജ്യത്തെ ജനങ്ങൾ ചെയ്യുന്ന വോട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് പ്ലെബിസിറ്റ്. പ്ലെബിസിറ്റിന്റെ മറ്റൊരു പേരാണ് റെഫറൻഡം. നമ്മൾ റെഫറൻഡം എന്ന് പറയും. അതിന്റെ പ്ലെബിസിറ്റിന്റെ അതേ മീനിങ് ഉള്ള വേർഡ് തന്നെയാണ് റെഫറൻഡം. പ്ലെബിസിറ്റിന്റെ അതേ മീനിങ് ഉള്ള വേർഡാണ് റെഫറൻഡം. എന്താണ് പ്ലെബിസിറ്റ്? ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരു രാജ്യത്തെ ആൾക്കാർ ചെയ്യുന്ന വോട്ടിനെ വിളിക്കുന്ന പേരാണ് പ്ലെബിസിറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റിലേറ്റിംഗ് ടു ട്രീസ്. മരങ്ങളെ സംബന്ധിച്ച അല്ലെങ്കിൽ മരങ്ങളിൽ ജീവിക്കുന്ന ലിവിങ് ഇൻ ട്രീസ്. എന്താണ് ഇതിനെ വിളിക്കുന്ന പേര്? ഇതിന്റെ സിംഗിൾ വേർഡ് ഏതാണ്? അബോറിയൽ. അബോറിയൽ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ ഫ്രണ്ട്സ്, ക്ലിയർ ആണോ? അപ്പോ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് എത്രത്തോളം പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മറക്കരുത്, എല്ലാ എക്സാമിലും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷനിലും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുക തന്നെ വേണം. റൈറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിൽ ബുക്സ് അവൈലബിൾ ഉണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കിനെ മാത്രം ആശ്രയിച്ചിരിക്കാതെ ഒരു 2 ബുക്സ് എങ്കിലും പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. കാരണം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ഇംഗ്ലീഷിൽ 50 മാർക്കാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം 40 പോസ്റ്റാണ് അവരെ ഏതാണ്ട് 40 പോസ്റ്റാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഏതാണ്ട് മിനിമം 1 ലക്ഷം ആൾക്കാരെങ്കിലും ഇതിന് അപേക്ഷിക്കുന്നുണ്ടാവും.
അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. എന്താ പറയുക, അപ്പൊ എന്തുകൊണ്ട് ഈ എക്സാം സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും ടഫായിട്ടുള്ളൊരു പേപ്പറാണ് ഇംഗ്ലീഷിൽ വെക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളും അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവണം. അതുകൊണ്ട് തന്നെ ഈ വൊക്കാബുലറിക്ക് വേണ്ടിയിട്ട് ഒരു ബുക്കിനെ തന്നെ ആശ്രയിക്കാതെ ഒന്നിൽ കൂടുതൽ ഒരു രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയിട്ടാണല്ലോ, ഓരോ ബുക്കും ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ടാണല്ലോ എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ 2 പുസ്തകമെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇപ്പൊ ഒരു പുസ്തകം ഒരാളുടെ ഒരു കാഴ്ചപ്പാടിൽ പ്രിപ്പയർ ചെയ്തുള്ളതായിരിക്കും. അപ്പം ആ ഒരു റൈറ്റർ ചിലപ്പോൾ ചില പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ 2 ബുക്സിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സ്കോർ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കാം. പറ്റുകയാണെങ്കിൽ ദ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പേപ്പർ വായിക്കുക. അതിലത്തെ എഡിറ്റോറിയൽ കോളം വായിക്കുന്നത് നന്നായിരിക്കും. അതിൽ തന്നിട്ടുള്ള നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. അത് റിവൈസ് ചെയ്യുക. അതിന്റെ മീനിങ് കണ്ടുപിടിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കണം. അപ്പോൾ 2 ബുക്സ് എങ്കിലും നിങ്ങൾ റെഫർ ചെയ്യുക എക്സാമിനേഷന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ വായിക്കാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്. ഇനി അതേപോലെ തന്നെ നമുക്കൊരു മോക്ക് ടെസ്റ്റ് സീരീസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ഓരോ മോക്ക് ടെസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഞാനത് അയച്ചു തരുന്നതായിരിക്കും. അതായത് ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് എനിക്ക് ആൻസർ ചെയ്തിട്ട് നിങ്ങൾക്ക് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ കറക്ഷൻ നിങ്ങൾക്ക് ചെയ്തിട്ട് ബൈ പോസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ടെസ്റ്റിൽ, ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് കറക്ഷൻ ഉണ്ടാവും, ഫ്രീ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. അത് ഡിസ്ക്രിപ്റ്റീവ് ആവട്ടെ ഒബ്ജക്റ്റീവ് ആവട്ടെ, പക്ഷെ ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം വിത്ത് ഔട്ട്ലൈൻ. ഓക്കെ. പോയിന്റ്സും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഫീ വരുന്നത് 700 ആണ്. ഇനി ഇതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7559905564. അപ്പോൾ നിങ്ങൾ എന്തായാലും 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ബൈ. താങ്ക് യു വെരി മച്ച്. ബൈ.